കാസറ്റോടെ? ഞങ്ങൾക്ക് അറിയില്ല സാർ. പിന്നെന്താ ഒളിച്ചിരുന്നത്? പോലീസിനെ പേടിച്ചിട്ടാണ് സാർ. കള്ളത്തരം പറയുന്നോ റാസ്കൽ? ഒന്നുകളെ ഞാൻ പറയണ, ആ കാസറ്റ് ആർക്കാ കൊടുത്തത്? ഞങ്ങൾക്ക് അറിയില്ല സാർ. വേണ്ട സാർ. ആരടാ ബോംബ് വെച്ചത്? എവിടെടാ കാസറ്റ്? ഞങ്ങൾക്ക് അറിയില്ല സാർ. രണ്ടും ജീവനോട് ഇവിടുന്ന് പുറത്തു പോവില്ല. ഞങ്ങൾക്ക് അറിയില്ല സാർ. നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ, ജോൺ സാമുവൽ അഭിവാദനങ്ങൾ. 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 ഇവിടെ പോലീസ് നിഷ്ക്രിയരാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മുൻ മുഖ്യമന്ത്രിയെ ബോംബ് വെച്ച് കൊന്നിട്ട് ഒരാളെപ്പോലും കസ്റ്റഡിയിൽ എടുക്കാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിനിവിടെ ആഭ്യന്തര വകുപ്പ് എന്നൊന്നുണ്ടോ? മധുസൂദന് കള്ള് കച്ചവടവും എസ്റ്റേറ്റ് കാര്യങ്ങളും നോക്കാൻ തന്നെ നേരമില്ല. നമ്പ്യാർ സാറ് തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് പറഞ്ഞ മധുസൂദനൻ ഈ കേസിൽ എന്ത് താല്പര്യം കാണിച്ചു? അയാൾ മുഖ്യമന്ത്രി കസേര കിട്ടാൻ ചാക്കുമായി MLA-മാരെ പറയാൻ നടക്കല്ലായിരുന്നു? നമ്പ്യാർ സാറിന്റെ മരണത്തിന് പിന്നിൽ പല ദുരൂഹതകളും ഉണ്ടെന്നാ ഇവിടുത്തെ പത്രക്കാർ പറയുന്നത്. ഘാതകരെ ജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടത് ഇനി മുഖ്യമന്ത്രിയുടെ കടമയാണ്. ആഭ്യന്തരമന്ത്രിയെ പോലെ നിഷ്ക്രിയനാണെന്ന പേരുദോഷം ഇനി മുഖ്യമന്ത്രിക്കും ഉണ്ടാകരുത്. ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല ആ കമ്മീഷണറെ ഏൽപ്പിച്ചിട്ട് നാളെത്രയായി? ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞോ? കഷ്ടം. ആ സാബു ചെറിയാനൊന്ന് കണക്ട് ചെയ്യും. ഒന്നൂടെ. ഭക്ഷണം കഴിക്കുമ്പോ എണീക്കരുത്, ഞാൻ എടുക്കാം. ഓടണ്ട, പതുക്കെ. ഹലോ, ആ ഉണ്ട്, വിളിക്കാം. ആരാ? CM. ഹലോ സർ. എവിഡൻസ് മണ്ണാങ്കട്ട. ഈ കേസിൽ ഒരാളെയെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 2 ആഴ്ചത്തെ സമയം കൂടി ഞാൻ തരാം. അതിനകം അസംബ്ലിയിൽ പറഞ്ഞു നിൽക്കാനെങ്കിലും എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് താൻ കണ്ടുപിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ മന്ത്രിസഭയ്ക്ക് അതിന്റെ ക്ഷീണം. എനിക്കതൊന്നും അറിയണ്ട. നിങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ തുറന്ന് പറയണം. മിടുക്കന്മാരായ CBI-ക്കാർ ഞാൻ ഏൽപ്പിച്ചോളാം. സാബുചായ, എന്താ ഇത്? CM നല്ല ചൂടിലായിരുന്നു അല്ലേ? ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആകുകയല്ലേ. പുതുതായി സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്ന SI-മാരുടെ സ്വഭാവമായിരിക്കും. ആരെയെങ്കിലും കസ്റ്റഡിയിൽ എടുത്താൽ മതിയോ? ഇതൊരു പ്ലാന്റ് മർഡറാ. തന്നെയുമല്ല, പാർട്ടിയിലെ ചില ഉന്നതന്മാരും ഡിപ്പാർട്ട്മെന്റിലെ കുറെ സുപ്പീരിയർ ഓഫീസേഴ്സും എല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് CM-ന്റെ വിശ്വാസം. അപ്പൊ പിന്നെ അന്വേഷണം അത്ര ഈസി ഒന്നും ആവില്ല. സാബുചായന് ഡൽഹി തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? സമാധാനക്കേടാ ഈ ജോലിയുടെ ഉത്തരൽ. വാ അതൊക്കെ ഇരിക്കെ. അതൊക്കെ പോട്ടെ, ഫോൺ വന്നപ്പോ താനെന്താ കാണിച്ചത്? ഓടുന്നു. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടാമോന്ന് ഭാഗ്യമായത്. ഇങ്ങോട്ട് നോക്ക്. വളരെ സൂക്ഷിക്കണം, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ സാബുചായൻ പറയുന്ന കേട്ടാ തോന്നും എനിക്കെന്തോ 10 മാസം തികഞ്ഞിരിക്കാന്ന്. അതല്ലടോ, ഹൈ ബ്ലഡ് പ്രഷറാ തനിക്ക്. ഇതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുക. എന്റെ ആൻസിറ്റി കൊണ്ട് പറഞ്ഞു പോയതല്ലേ ഭാര്യയെ, ഒന്ന് ക്ഷമിച്ചോളാ. സർ, ഞങ്ങൾക്ക് രാജുവിനെയും വില്യംസിനെയും ഒന്ന് കാണണമായിരുന്നു. നിങ്ങൾ അവരുടെ ആരാ? അത് കസിൻസാ. പിള്ളേ സാർ, വേഗം കണ്ടിട്ട് പൊയ്ക്കോളണം. ഇവർക്ക് ആ സെല്ലൊന്ന് കാണിച്ചു കൊടുക്കുക. ശരി സാർ. ചെല്ല്. വരൂ.
വേഗം കണ്ടോട്ട് പൊക്കോണം. എടോ ഇങ്ങ് വന്നേ. സാർ, ഇങ്ങ് അടുത്ത് വാടോ. ആ. ഡോ, തനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അതല്ലടോ, ആ പെൺകുട്ടികളെ കണ്ടിട്ട് തനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അയ്യോ, ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലയോ സാറേ? നോൺസെൻസ്. എടോ, അത് ആ വീഡിയോക്കാരുടെ തീവ്രവാദ സംഘത്തിൽപ്പെട്ട പെൺകുട്ടികളാണെന്നാ തോന്നുന്നത്. അയ്യോ സാർ, എന്നാൽ എനിക്കൊന്ന് ലീവ് വേണം. എല്ലാവരോടും അലർട്ടായിട്ടിരിക്കാൻ പറ. എന്താണ് അവരുടെ പ്ലാൻ എന്ന് എനിക്കൊന്നറിയണം. പോലീസുകാർ അറിയാതെ കൊണ്ടുവരണം. ഒരു 5 എണ്ണം എടുത്ത് ഒരു പാക്കറ്റിലാക്കി കൊണ്ടുവന്നാ മതി. പോലീസുകാർ അറിയില്ല. പാക്കറ്റില് ഒരു കത്തി കൂടെ വെച്ചോ. കത്തി എന്തിനാ? പിന്നെ അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ കടിച്ചു തിന്നണോ? മാമ്പഴം എപ്പോഴും കത്തി കൊണ്ട് പൂളി തിന്നുന്നതാ അതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ ശ്യാമേ? കഷ്ടം തന്നെ. ലോക്കപ്പിൽ കിടക്കുമ്പോഴാ ഒരു പുതിയ മാമ്പഴക്കൊതി. പോലീസുകാർ തരുന്ന ആഹാരം കഴിച്ച് മടുത്തതുകൊണ്ടാ. നിങ്ങളെ അവർ ശരിക്കും ഉപദ്രവിച്ചു അല്ലേ? ഇതെല്ലാം ഉസ്താദിന്റെ തലതിരിഞ്ഞ ബുദ്ധി കാരണമാ. എന്നും വൈകുന്നേരം 6 മണി തൊട്ട് 8 മണി വരെ കമ്മീഷണർ വക ഇടിയാ. ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങൾ എങ്ങനെ? പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് ജാമ്യം ശരിയാക്കി തരാന്ന് പപ്പ ഏറ്റിട്ടുണ്ട്. ആ, സമയായി, പൊയ്ക്കോളൂ. രാജു, പോകാൻ. ആ വീഡിയോഗ്രാഫേഴ്സിനെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് സർ. എത്ര ചോദിച്ചിട്ടും കാസറ്റ് അവരുടെ കയ്യിലില്ലെന്നാ പറയുന്നത്. ആ വീഡിയോഗ്രാഫേഴ്സിന് കൊലപാതകവുമായി എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടായിരിക്കും. അവന്മാരെ ഒന്നുകൂടി ശരിക്ക് ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ക്ലൂ കിട്ടായിരിക്കില്ല. യെസ് സർ. അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ളതായിട്ട് അറിയാവോ? അങ്ങനെയൊന്നുമില്ല സർ. അവരൊരു വീഡിയോ ഷോപ്പ് നടത്തുന്നുണ്ടെന്നല്ലാതെ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആ കാസറ്റിന്റെ പുറകെ നടന്നുകൊണ്ട് കാര്യമില്ല. കാസറ്റിലൊന്നും ഇല്ലെങ്കിലോ? ആ, എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ പോലീസിലെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നതിന് മുമ്പേ എന്നെ വിവരം അറിയിക്കണം. സർ. യു കൻ ഗോ. സാറേ, ഒരു കാസറ്റ്. ഏത് കാസറ്റാടാ? ആർക്കാ? അതല്ല സാർ, ഒരു കാസറ്റ് വിൽക്കാനുണ്ട്. എവിടുന്നെങ്കിലും പൊക്കിയതാണോടാ? അയ്യോ അല്ല സാർ, എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ. സത്യമാണോ? അതെ സാർ. എന്ത് വരണം? സാർ എന്തെങ്കിലും തന്നാ മതി. യെസ്, അതെ, എനിക്കാണ് ഇൻവെസ്റ്റിഗേഷൻ ചാർജ്. എന്താ? കാസറ്റോ? എവിടെ? ശരി. ആ, ജനസമ്പർക്കപരമായ പല പുരോഗതികൾക്കും തടസ്സം നേടുന്നതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. രാജ്യം ഒട്ടേറെ ഭീഷണികൾ നിങ്ങൾ സർക്കാർ നൽകുന്ന ശരി സർ. ആ, ഞാൻ മുഹമ്മദിനോട് പറഞ്ഞോളൂ സാർ. ഓക്കെ സാർ. ആരാ? സാറാ വിളിച്ചത്. കാസറ്റ് ആ കമ്മീഷണറുടെ കയ്യിലെത്തിയിട്ടുണ്ടെന്ന്. ഇനി നീ ഇവിടെ നിന്നാൽ അപകടമാവും. അതുകൊണ്ട് ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ബോംബെയിലേക്ക് പോയിക്കൊള്ളാനാണ് സാറിന്റെ ഓർഡർ. ഏതായാലും സാർ അടുത്ത ആഴ്ച ബോംബെയിലേക്ക് വരുന്നുണ്ട്. അപ്പോ ബാക്കി കാശ്?
ബാക്കി കാശ് അടുത്ത ആഴ്ച ബോംബെയിൽ എത്തിയിരിക്കും. നീ പോവാൻ നോക്ക്. एक पॉइंट बनाओ जल्दी. എന്നാ ബാക്കി വാ, കുറച്ച് സംസാരിക്കണം. क्या ആ പറയാം, വാ. हाथ निकाल बे. ഇനി പറ, ആരാ നിന്നെ കൊണ്ട് ജയിച്ചത്? ഞാൻ പറയില്ല. ആരാ നിന്നെ കൊണ്ട് ജയിച്ചത്? പറയാൻ. ഞാൻ പറയാം.